ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗെയ്സ്, അപ്പോൾ ക്യാപ്ഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാടും യാത്രയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഗെയ്സ്. അപ്പോൾ നമ്മളൊരു പിക്നിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോടനാട് ആനകേന്ദ്രത്തിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രൻസ് ആണ്. അപ്പോൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു സീനറിയാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത്. ചുറ്റും പുല്ലുകളും പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ. അടിപൊളിയാണ്. അഭയാരണ്യം എന്നാണ് അവിടുത്തെ പേര് കേട്ടോ. കയറുമ്പോൾ തന്നെ അതേ നമുക്ക് കാണാൻ പറ്റും ചെറിയ നല്ല എന്താ പറയുക, മുള കൊണ്ടൊരു ചെറിയ പണ്ടത്തെ സ്റ്റൈൽ ഏർമാടം എന്ന് പറയും, അങ്ങനെ ഒരു ഇതാണ്. ആ കാടിനുള്ളിലാണ് കേട്ടോ. അടിപൊളിയാണ്. കാടിനുള്ളിൽ ഇങ്ങനെ ഒരു ഏർമാടം ഒന്നല്ല, കുറേ കാണാനുണ്ട് നമുക്കിതുപോലെ. പിന്നെ നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ ആനകളെ കാണാനാണ് നമ്മൾ പോയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു റീലിലൊക്കെ ഫേമസ് ആയിരുന്നു, പാട്ട് വെച്ച് കൊടുത്താൽ ഡാൻസ് കളിക്കുന്ന ആന. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ആനയെ കണ്ട് ഒരു പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് കളിപ്പിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ പോയപ്പോഴേക്ക് തന്നെ ഒരു ഉച്ചയൊക്കെ ആയി. അതുകൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന ആനേനെ മാത്രം കണ്ടിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയായിപ്പോയിരുന്നു. കുറേ ആനകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴിങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ നിരത്തിയാണ് ഗ്യാപ്പിട്ട് നിരത്തി വെച്ചാണ് കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഈ കൊമ്പൻ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അവൻ അവിടെ ഇരുന്നേ നമ്മളത് നോക്കുന്നുണ്ട് കേട്ടോ. ആനകൾ നമ്മളെ വാച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പം ആശാൻ അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആനകളും, ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസ് കളിക്കുന്ന ആൾ കേട്ടോ. എന്നായിരുന്നു ഞങ്ങളുടെ ഏകദേശം ഒരു ഊഹം. പിന്നെ നടക്കുന്ന വഴിയൊക്കെ മഴ പെയ്തുകൊണ്ട് നല്ല ചെളി വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇത് കാട് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെ പറയാം. അകത്തോട്ട് ഫുള്ള് ഫോറസ്റ്റ് എൻജോയ് ചെയ്ത് നമ്മൾ പോവാം കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. നമ്മൾ പോകും വഴിക്ക് തന്നെ ഫോറസ്റ്റ് ഗാർഡുകളുണ്ട്. പിന്നെ ഇതൊരു പുഴയാണ്, ഇല്ലിത്തോടാണ് ഈ പുഴ. അപ്പോൾ പുഴ ഇപ്പോൾ മഴ വന്ന് വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മളെ അകത്തോട്ട് ഇറക്കത്തില്ല. വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്തത് കൊണ്ട് പുഴയുടെ നടുക്ക് വരെ ഇറങ്ങാം കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഫോറസ്റ്റ് ഗാർഡ് എപ്പോഴും നമ്മുടെ പുറകിൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട്. കാരണം ഏത് നിമിഷവും ഒരു അപകടം വരാമല്ലോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവരുടെ കണ്ണുകളെല്ലാം നമ്മുടെ മേത്തുണ്ടാവും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അവിടെ നിൽക്കാൻ. കാരണം വെള്ളം ഒഴുകി വരുന്നതാണ്. ഞങ്ങൾ ജസ്റ്റ് കാല് നനച്ചിട്ട് കയറിപ്പോന്നു കേട്ടോ. കാരണം മഴവെള്ളം ഒലിച്ച് വരുന്നുണ്ടല്ലോ, വേഗം തന്നെ വെള്ളം വന്നാൽ എന്ത് ചെയ്യും നമ്മൾ. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ വേണം നമ്മൾ നിൽക്കാനായിട്ട്. പിന്നെ നമ്മളിതേ ഫോറസ്റ്റിലൂടെ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ നമ്മൾ പോകുന്ന വഴിക്കായാൽ പോലും ഇങ്ങനെ കല്ലുകൾ പതിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നടക്കാനുള്ള സൗകര്യത്തിനെല്ലാം കല്ലുകൾ പതിച്ച് വെച്ചിട്ടുണ്ട്. കാരണം കാടാണല്ലോ, അപ്പം മണ്ണുണ്ട്, ചെളിയായിരിക്കും മഴ പെയ്ത് ഇതാകുമ്പം. അപ്പം നടക്കാൻ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്.